ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മുടെ കഴിഞ്ഞ ഭാരത് മൊബിലിറ്റി ഷോ അഥവാ ഓട്ടോ എക്സ്പോയിൽ കാണിച്ച പുതിയൊരു ഫുൾ സൈസ് SUV ആയിരുന്നു മാജസ്റ്റർ എന്ന് പറഞ്ഞ വാഹനം. എസെൻഷ്യലി ഇത് നമ്മുടെ ഗ്ലോസ്റ്ററിൻ്റെ ഒരു മേജർ ഫേസ് ലിഫ്റ്റ് വരുത്തിയ വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. പ്ലാറ്റ്ഫോമിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ഇതൊരു ലാഡർ ഫ്രം ഷാസിയിലായിരുന്നു ഇതിന് മുന്നേ വന്നിരുന്നത്. ആ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ഇൻ്റർനാഷണലി ഇത് മാക്സസ് D90 എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റാണ്. ഇന്ത്യയിൽ അവർ ഗ്ലോസ്റ്ററിൻ്റെ തന്നെ പേര് മാറ്റിയൊരു പുതിയ വണ്ടി എന്നുള്ള രീതിയിൽ ഇറക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ഇറക്കുന്നതിൽ അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഗ്ലോസ്റ്റർ അത്ര ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വാഹനമല്ലായിരുന്നു. ആവശ്യത്തിന് സെയിലുണ്ടായിരുന്നു, പക്ഷെ എന്നാൽ ഒരുപാട് സെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഫോർച്യൂണറിൻ്റെ റൈവലായിട്ട് ആ രീതിയിലൊന്നും അതിന് പിടിച്ചേക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ എക്സ്റ്റീരിയറിൽ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്രണ്ടിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ആകെപ്പാട് ബാക്കിലാണ് കുറച്ചെങ്കിലും സിമിലാരിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത് ഗ്ലോസ്റ്റർ വെച്ച്. പക്ഷെ എന്നാലും കുറച്ചും കൂടെ വലിപ്പമുള്ള അതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു വാഹനം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരിത് കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ഗ്ലോസ്റ്ററിൻ്റെ കൂടെ തന്നെ സെയിലിനുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് മാജസ്റ്റർ എന്ന് പറഞ്ഞ വണ്ടി ഗ്ലോസ്റ്ററിന് തൊട്ട് മുകളിലുണ്ടാവും. അതിൻ്റെ താഴത്ത് അത്രയും ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഗ്ലോസ്റ്റർ അതിൻ്റെ താഴത്തുണ്ടാവും. പക്ഷേ അതിൻ്റെ ബഡ്ജറ്റ് അത്രയും സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് വണ്ടികളുടെയും പ്രൈസിൽ എത്രത്തോളം വേരിയേഷൻ വരും എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. എന്തായാലും ഗ്ലോസ്റ്റർ അതിൻ്റെ ഫേസ് ലിഫ്റ്റായ മജസ്റ്റർ അവരിപ്പോൾ കാണിച്ചിരിക്കുന്ന വണ്ടി ഇതാണ്. ഇൻ്റർനാഷണലി വരുന്ന പോലൊക്കെ തന്നെയാണ്. അങ്ങനെ ഭയങ്കര വലിയ വ്യത്യാസമൊന്നും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. നമുക്ക് സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിൻ്റെ ഒരു പാറ്റേൺ ആണ് കിട്ടുന്നത്. ടോപ്പ് പോർഷനിൽ DRLs ഉണ്ട്. നമ്മളിപ്പോൾ ടിപ്പിക്കലി കാണുന്ന ഏതൊരു വാഹനം പോലെ തന്നെ. പക്ഷേ ഇത്രയും വലിയ സൈസ് ഉള്ളതുകൊണ്ട് ഈ ഡിസൈൻ ഇതിന് നന്നായിട്ട് ചേരുന്നുണ്ട്. അതായത് നല്ലൊരു ബൾക്കി ആയിട്ടുള്ള വാഹനം പോലത്തെ ഒരു ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്രണ്ടിലത്തെ ഗ്രില്ല് വളരെ മാസീവ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. MGയുടെ ലോഗോ നമുക്ക് അവിടെ കാണാം. അതുപോലെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് LED DRLs അതിൻ്റെ താഴത്തായിട്ട് നമ്മുടെ ഒരു മെയിൻ ഹെഡ് ലാംപ്സിൻ്റെ അറിയും അവർ റെക്ടാങ്കിൾ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നേരെയാണ് വെച്ചിരിക്കുന്നതെന്ന് മാത്രം. അതും LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് തന്നെയാണ്. പിന്നെ താഴത്ത് നമുക്ക് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു സിൽവർ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ ത്രൂ ഔട്ട് നമുക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ബോഡി ക്ലാഡിംഗ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ലെങ്ത് നമുക്കറിയാം 5 മീറ്ററിന് മുകളിൽ നീളമുള്ളൊരു വാഹനമാണ്. അത് ഗ്ലോസ്റ്ററും അങ്ങനെ തന്നെയായിരുന്നു. അതിനേക്കാൾ ഡയമെൻഷൻസിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടെന്നേ ഉള്ളൂ. പിന്നെ വീതിയാണെങ്കിലും 2 മീറ്റേഴ്സിന് അടുത്തുണ്ട്. അതുപോലെ വീൽ ബേസ് 3 മീറ്ററിനടുത്താണ് വന്നിരിക്കുന്നത്. 2950 മില്ലിമീറ്റേഴ്സിനടുത്താണ് വീൽ ബേസ് വരുന്നത്. സോ ഏതൊരു ആസ്പെക്റ്റിൽ നോക്കിയാലും വളരെയധികം വലുപ്പമുള്ള ഒരു വാഹനം തന്നെയാണ്. എനിക്കിതിൻ്റെ ഒരു ഇത്തിരി ഓടായിട്ട് തോന്നിയത് ഒരു ഇത്തിരി റഗഡ് അപ്പീൽ കൊടുക്കാനായിട്ട് ഇതിൻ്റെ സൈഡ് ഡോർ ഹാൻഡിൽസ് കൂടി അങ്ങോട്ട് ബ്ലാക്ക് ഡോട്ട് ഫിനിഷ് ആക്കി. നമ്മളിവിടെ പൊതുവേ ഇന്ത്യയിൽ ബേസ് മോഡൽ വണ്ടികളാണ് ഇത് കാണാറുള്ളത്. ഈവൻ ദോ അത് മാറ്റ് ബ്ലാക്ക് ആയിരിക്കും. ഇതിപ്പോൾ ഗ്ലോസി ബ്ലാക്ക് ആണ്. ORVMസും ഗ്ലോസി ബ്ലാക്ക് ആണ്. പക്ഷേ അതെന്തോ എനിക്ക് പേഴ്സണലി ആ ഒരു ഡിസൈൻ അത്ര ഇഷ്ടമല്ല. പിന്നെ അവർ ഓട്ടോ എക്സ്പോയിൽ കാണിച്ച വണ്ടി കംപ്ലീറ്റ് ടിൻറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ വേറെ ഞാനിതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതല്ലാതെ സൈഡ് നോക്കുകയാണെങ്കിൽ അലോയ്സ് 19 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. മൾട്ടി സ്പോക്ക് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡിസൈനും വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് 19 ഇഞ്ച് അലോയ്സ് വരുമ്പോഴും നമുക്ക് അത്ര വലിയ സൈസുള്ള ടയേഴ്സ് പോലെ തോന്നുന്നില്ല. ഇതിനൊരു 20 ഇഞ്ചൊക്കെ കൊടുത്താലേ അതിൻ്റെ ഒരു വീൽ ആർച്ചിൻ്റെ ഒരു പ്രൊപ്പോർഷൻസും വണ്ടിയുടെ സൈസും ഒക്കെ മൊത്തത്തിലൊന്ന് ബാലൻസ്ഡ് ആവുള്ളൂ. പിന്നെ റിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോസ്റ്ററിൻ്റെ ചെറിയൊരു സാദൃശ്യം ഇതിന് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത്തിരി കൂടെ വ്യത്യാസം നമുക്ക് ടെയിൽ ലാംപ്സിലൊക്കെ കാണാം. കണക്റ്റഡ് ടെയിൽ ലാംപ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു ടെയിൽ ലാംപ്സിൻ്റെ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്കൊരു ബൾക്കി ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ താഴെ ട്വിൻ എക്സോസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ സിൽവർ ക്ലാഡിങ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും, സ്കിറ്റ് ബ്രേക്സ് പോലെ. പിന്നെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാം. അത് സ്ട്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മൊത്തത്തിൽ ഇതിനകത്ത് അങ്ങനെ ഒരുപാട് ബാഡ്ജിങ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. മൊറിസ് ഗരാജസ് എന്ന് പറഞ്ഞ് നമ്മുടെ ടെയിൽ ലൈറ്റിൻ്റെ മുകളിലുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് പോർഷനിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും മജസ്റ്ററിൻ്റെ ബാഡ്ജിങ് ഉണ്ടാവും. അത് അവർ ഗ്ലോസ്റ്ററിൽ കൊടുത്താൽ അത്രയും വലുതാക്കി ഇത്തിരി വൃത്തികേടാക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത്. ഗ്ലോസ്റ്ററിൻ്റെ ഭയങ്കര വലിയ ബാഡ്ജിങ് ആയിരുന്നു. ആ വണ്ടിക്ക് ഒരു ഇത്തിരി ബോറായിട്ടുള്ള ലുക്ക് അത് കൊടുത്തിരുന്നു. എന്തായാലും ഇതിനകത്തുനിന്ന് ബാഡ്ജിങ് ഇല്ലാണ്ടവർ ഇറക്കില്ല. ഈ പെർട്ടിക്കുലർ വണ്ടിയിൽ ബാഡ്ജിങ് ഇല്ലാന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുമ്പം ആവശ്യത്തിന് സ്ഥലം നമുക്ക് ഇതിൻ്റെ അകത്ത് 3 സീറ്റ്സും അതായത് 3 റോസും നേരെ ഇരിക്കുകയാണെങ്കിലും കിട്ടുന്നുണ്ട്. കുറച്ചൊക്കെ ചെറിയ ബാഗേജ് ഒക്കെ വെക്കാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾ ബാക്കിലത്തെ സീറ്റ് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലം ഏതൊരു വാഹനം പോലെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഫോർച്യൂണറിലൊക്കെ നമ്മൾ സീറ്റ് പൊക്കിയിട്ട് സൈഡിലേക്ക് മടക്കി വെക്കണം. ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സാധാരണ നമ്മുടെ നോർമൽ ഫോൾഡിങ് തന്നെയാണ് ബാക്ക് സീറ്റ്സിന് വരുന്നത്. ഇനി ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് അതിൻ്റെ ഇൻറ്റീരിയർ കണ്ട സമയത്ത് ഒരു ഇത്തിരി ലെഡ് ഡൗൺ പോലെയാണ് ഗ്ലോസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തോന്നിയത്. ചിലപ്പോൾ ഡ്യുവൽ ടോൺ വരുമ്പോഴേക്കും അത് ശരിയാവുമായിരിക്കും. ഇൻ്റർനാഷണലി ഈ വാഹനത്തിന് കൂടുതലും ഓൾ ബ്ലാക്ക് വേരിയൻറ്റും അതിനകത്ത് കുറച്ച് സിൽവർ ലെമൻസ് ഒക്കെയാണ് വരുന്നത്. ആ പെട്ടെന്ന് ഡാഷ്ബോർഡിൻ്റെ അകത്തുള്ള AC വെൻസിൻ്റെ ഡിസൈനും അതുപോലെ ബാക്കി ആ ഒരു ഡിസൈനൊക്കെ കണ്ട സമയത്ത് ഇത്തിരി ഒരു ഡേറ്റഡ് ഫീൽ എനിക്ക് തോന്നി. എന്തായാലും ഇന്ത്യയിൽ അവരൊരു ബ്രൗൺ ഫിനിഷാണ് ഗ്ലോസ്റ്ററിന് ഇതിനു മുമ്പ് കൊടുത്തിരുന്നത്. ആ ഒരു ഫിനിഷ് ഡ്യുവൽ ടോൺ ഫിനിഷൊക്കെ ആയിട്ട് ഇവിടെ പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവേണ്ട ഒരു സാധ്യതയുണ്ട്. പിന്നെ ഇത് കാണുമ്പം ഇത്തിരി
പഴയതായിട്ട് തോന്നുമെങ്കിലും ഒരു ബ്രഷ്ഡ് അലൂമിനിയം പോലത്തെ ഫിനിഷാണ് AC വെൻസിൻ്റെ ചുറ്റുമൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കൊരു ഗ്രാബ് റെയിൽ പോലത്തെ സാധനം ഇതിൻ്റെ ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, കാരണം ഇത്തിരി പ്രീമിയം പൊസിഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. സ്റ്റിയറിംഗ് വീലൊക്കെ നമ്മൾ ഏകദേശം ഗ്ലോസ്റ്ററിൽ കണ്ട പോലെ തന്നെയാണ്. പിന്നെ ഇത് മാക്സസ് D90 ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലോഗോസ് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ബട്ട് സ്റ്റിൽ നമുക്കിവിടെ MG ലോഗോയിലായിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു 12.3 ഇഞ്ചസിൻ്റെ ഫ്രീ സ്റ്റാൻഡിങ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. ആകപ്പാടെ ഇവർ MG അവരുടെ വിൻസർ റിവ്യൂവിൽ 15.6 ഇഞ്ച് സ്ക്രീൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫ്ലാഗ്ഷിപ്പ് വണ്ടിയായ മെജസ്റ്ററിൽ 12.3 ഇഞ്ചേ ഉള്ളൂ എന്നൊരു ചോദ്യം വരും. പക്ഷേ ദാറ്റ്സ് ഫൈൻ, കാരണം ഇത്രയും വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടിയിട്ടൊന്നും ചെയ്യാനില്ല. ഇത് തന്നെ ധാരാളമാണ്. ഈ വണ്ടിയുടെ ഡാഷ്ബോർഡിന് നല്ല വീതി ഉള്ളതുകൊണ്ടാണ് 12.3 ഇഞ്ചായിട്ടും നമുക്കത് ഭയങ്കര വലുതായിട്ട് തോന്നാത്തത്. പിന്നെ എൻ്റെ താഴത്തോട്ട് സെൻറ്റർ കൺസോൾ നോക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ കൺട്രോൾസ് അവിടെ അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സ്, അതുപോലെ സ്റ്റോറേജ് ഏരിയ, പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ കൺട്രോൾ, പിന്നെ 4x4 റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺട്രോൾസ്, വയർലെസ് ചാർജിങ് പാഡ്, അങ്ങനത്തെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ അത്യാവശ്യം നല്ലതാണ്. അവിടെ നമുക്കൊരു ലെതർ ഫിനിഷ് പോലെ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതും കുറച്ചൊക്കെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ്. പിന്നെ ഇന്ത്യയിൽ നമുക്ക് എന്തായാലും ഇതിനകത്ത് പാനറോമിക് സൺറൂഫ് കിട്ടും. ഇത് ഇൻ്റർനാഷണലി ചില മാർക്കറ്റിലൊക്കെ അവർ സിംഗിൾ പെയിൻ സൺറൂഫ് ഒക്കെ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഓൾറെഡി നമുക്ക് ഗ്ലോസ്റ്ററിലൂടെ പാനറോമിക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും മെജസ്റ്ററിൽ അവരത് കോസ്റ്റ് കട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ സീറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന വണ്ടിയിൽ ബ്ലാക്ക് സീറ്റ്സ് ആണെങ്കിലും ഇന്ത്യയിൽ ബ്രൗൺ സീറ്റ്സ് വരാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. ആൻഡ് നമുക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ഹെഡ് റെസ്റ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളുണ്ട്. പിന്നെ സീറ്റ്സിൻ്റെ റിക്ലൈൻ, അതുപോലെ സ്ലൈഡിംഗ് ഫംഗ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കാനാണെങ്കിൽ ഫ്രണ്ടിലത്തെ സീറ്റ്സിൽ ഹീറ്റിംഗ് അതുപോലെ വെന്റിലേഷൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. മസാജ് സീറ്റ്സ് അവൈലബിൾ ആണ്. ഡ്രൈവർ സീറ്റ്സ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ 12 സ്പീക്കർ ഓഡിയോ സിസ്റ്റം ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ കേസിൽ നിന്നും നമുക്ക് ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല. 3 സോൺ ഓട്ടോ AC ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് ബാക്കിലിരിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൺട്രോൾസ് ആണ് നമുക്കിപ്പോൾ നടുവിലായിട്ട് കാണാൻ പറ്റുന്നത്. നല്ല റോട്ടറി ടൈൽസ് ഒക്കെ ഉള്ള പ്രീമിയം ആയിട്ടുള്ള കൺട്രോൾസ് ആണ്. പിന്നെ ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് മൾട്ടിപ്പിൾ ചാർജിങ് പോയിന്റ്സ് അവൈലബിൾ ആണ് Type C ആയിട്ടൊക്കെ. സോ അതിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇഷ്ടംപോലെ സ്ഥലം കിട്ടുന്നുണ്ട്. ലാഡർ ഫ്രെയിം ആയതുകൊണ്ട് തേർഡ് റോ നമുക്ക് അങ്ങനെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോയിൽ ആവശ്യത്തിനുള്ളൊരു സ്പേസ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിലുള്ളവർക്ക് സെൻറ്റർ ആംറസ്റ്റ്, 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് എല്ലാ പാസഞ്ചേഴ്സിനും അതൊക്കെ ഉണ്ട്. അതുപോലെ വണ്ടിയിൽ ആംബിയൻ ലൈറ്റിംഗ് അങ്ങനത്തെ പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷനിലൊന്നും മാറ്റം വരുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. ഗ്ലോസ്റ്ററിലുള്ളത് ഒരു 2 ലിറ്റർ ബൈ-ടർബോ ഡീസൽ എഞ്ചിനാണ്. 216 bhp, അതുപോലെ 479 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 8 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് അവർ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വണ്ടിയിൽ പവർ ചിലപ്പോൾ കുറച്ച് ട്വീക്ക് ചെയ്യുമോ എന്നറിയില്ല. പക്ഷെ എന്തായാലും എഞ്ചിൻ സെയിം തന്നെയായിരിക്കും. അതുപോലെ ട്രാൻസ്മിഷൻ സെയിം ആയിരിക്കും. പിന്നെ പ്ലാറ്റ്ഫോം സാധനങ്ങളൊക്കെ സെയിം ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഗ്ലോസ്റ്ററിൻ്റെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ പ്രൈസ് അറൗണ്ട് 40 to 45 lakhs റേഞ്ചിലാണ് കിടക്കുന്നത് എക്സ് ഷോറൂം. അപ്പോൾ പിന്നെ മെജസ്റ്ററിലേക്ക് വരുമ്പോഴേക്കും ഒരിത്തിരിയും കൂടി ഒരു പ്രീമിയം പൊസിഷനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എത്രത്തോളം പ്രീമിയം ആയിരിക്കും എന്നുള്ളത് അറിയില്ല. ഏകദേശം എസ്റ്റിമേറ്റ് പിടിച്ച് പോകാനാണെങ്കിൽ 45 to 50 റേഞ്ചാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. പക്ഷെ അത്രയും കൂടുതൽ വാങ്ങിക്കഴിഞ്ഞ ആൾക്കാർ ഇതെടുക്കും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. കാരണം അതൊക്കെ ഫോർച്യൂണറിൻ്റെ ഒരു ടെറിട്ടറിയാണ്. ഫോർച്യൂണർ തന്നെ അത്രയും വിലയുള്ള ആൾക്കാർ എടുക്കാറില്ല. പൊതുവെ നോർമൽ ഫോർച്യൂണറാണ് എല്ലാവരും എടുക്കുന്നത്, അല്ലെങ്കിൽ മാക്സിമം ലെജൻഡ് എടുക്കും. GR സ്പോർട്ട് പക്ഷേ ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് ആണ് ഓൾമോസ്റ്റ് 52 lakhs അടുത്തൊക്കെ വരുന്നത്. ഓൺ റോഡ് 65 lakhs മുകളിൽ പോകും. എന്തായാലും ഗൈസ്, MG മെജസ്റ്റിനെ പറ്റി നമുക്കിപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ടാഗ് പ്രോഡക്ട്സ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.